എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സമചതുരത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സമചതുരത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. വിസ്തീർണം 36 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? എ 24, ബി 30, സി 36, ഡി 38. ഇത് ഒരു PSC പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. വിസ്തീർണം 36 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ചുറ്റളവ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 36 എന്ന വിസ്തീർണം വെച്ച് നമുക്ക് ആ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാമല്ലോ. സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു വശത്തിൻ്റെ നീളം A ആണെങ്കിൽ വിസ്തീർണം A² ആയിരിക്കും. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം എങ്ങനെ കാണാം? അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. അഥവാ 36ൻ്റെ റൂട്ട് എത്രയാണ് എന്ന് നോക്കാം. നമുക്കറിയാം 6 × 6 എന്നതാണ് 36. അപ്പോൾ 6ൻ്റെ സ്ക്വയർ ആണ് 36. 36ൻ്റെ റൂട്ട് 6 ആണ്. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം 6 ആണ് എന്ന് കിട്ടി. അപ്പോൾ എല്ലാ വശത്തിൻ്റെയും നീളം 6 ആയിരിക്കും. യെസ്, അത് വിസ്തീർണം 36 ആണ് എന്നതിൽ നിന്ന് നമുക്ക് ഈ വിവരം കിട്ടിയിരിക്കുന്നു. ഇനി എന്താണ് ചുറ്റളവ്? ഈ 4 വശങ്ങളുടെയും നീളം കൂട്ടിയാൽ കിട്ടുന്നതാണ് ചുറ്റളവ്. ചുറ്റുമുള്ള അളവ്, അതാണ് ചുറ്റളവ്. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ആണ്, ഇത് 6 ആണ്. അപ്പോൾ 6 6 12, ഇതും 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 18, പിന്നെ ഈ 6ഉം കൂടി. അപ്പോൾ എത്രയായി? 18 6ഉം 24. 6 4 24 നമുക്കറിയാമല്ലോ. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരി, 24. ഇനി മറ്റൊരു PSC പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 36 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? വിസ്തീർണം എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ? അപ്പോൾ ഇത് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ നേർ ഓപ്പോസിറ്റാണ്. ഇവിടെ ചുറ്റളവ് കൊടുത്തിരിക്കുന്നു, വിസ്തീർണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ചുറ്റളവ് 36 ആണ്. ഇപ്പോൾ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ സമചതുരത്തിൻ്റെ 4 വശങ്ങളുടെയും നീളം കൂട്ടിയതാണ്. അഥവാ 4A ആണ് അല്ലേ? 4A. ഒരു വശം A ആണെങ്കിൽ ഇങ്ങനെ 4 വശങ്ങളുണ്ടല്ലോ. അപ്പോൾ 4 Aകളുണ്ട്. ഈ 4 Aകളെ പരസ്പരം കൂട്ടിയാൽ കിട്ടുന്നതാണ് ചുറ്റളവ് 4A. അപ്പോൾ ഒരു വശം നമ്മൾ എങ്ങനെ കാണും? 36നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എത്ര ഉണ്ടാവുക? 9 4 36. അപ്പോൾ ഒരു വശം 9 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാ വശവും 9. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം 9 എങ്കിൽ വിസ്തീർണമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കും? ഒരു വശത്തിൻ്റെ നീളം A ആണെങ്കിൽ വിസ്തീർണം A² ആണ്. അപ്പോൾ 9 ഒരു വശത്തിൻ്റെ നീളം എങ്കിൽ വിസ്തീർണം എത്രയാണ്? 9². അഥവാ 9 × 9. 9 × 9 എത്ര? 9 9 81. 19 90 അല്ലേ? അപ്പോൾ 9 9 81. 81 എന്ന് എവിടെയുള്ളത്? A എന്ന ഓപ്ഷനിലാണ് ഉള്ളത്. ഇനി കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. 2019 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ ചോദ്യമാണ്. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്? ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ? അപ്പോൾ ഇതിലുള്ളത് ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ ആണ് എന്നാണ്. അഥവാ ഒരു വശത്തിൻ്റെ നീളം അപ്പോൾ എത്രയായിരിക്കും? ചുറ്റളവ് 24 ആണെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടും. 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 6 4 24 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 6 ഒരു വശത്തിൻ്റെ നീളം. 6 6 6 6 അല്ലേ? 6 4 24. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം 6 എന്ന് നമുക്ക് കിട്ടി. ഇനി പരപ്പളവ് അഥവാ വിസ്തീർണം നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്?
6 സ്ക്വയർ, 6 ഇൻറ്റു 6, അഥവാ 6 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6 6 36. ഏത് ഓപ്ഷനിലാണുള്ളത്? സി എന്ന ഓപ്ഷനിലാണുള്ളത്. 2012 നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യമാണ്. 80 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും? 80 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും? എ 80, ബി 400, സി 1600, ഡി 6400. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അളവ് 80 സെന്റിമീറ്റർ ആണ് ചുറ്റളവ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടിയ പരപ്പളവ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 80 സെന്റിമീറ്റർ ആണ് ചുറ്റളവ് എന്ന് മനസ്സിലാക്കിയാൽ ഇത് ഒരു ചതുരത്തിൻ്റെ 4 വശങ്ങളുടെയും നീളം കൂട്ടിയതാണ് എന്ന് മനസ്സിലാക്കാമല്ലോ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചതുരത്തിൻ്റെ എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, സമചതുരത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ചതുരം എന്നത് സമചതുരമാവാം അല്ലെങ്കിൽ ദീർഘചതുരവും ആവാം. ദീർഘചതുരമാവണമെങ്കിൽ ചുറ്റളവ് 80 സെന്റിമീറ്റർ വരണമെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കണം? 20 ആയിരിക്കണം. ഇത് സമചതുരമാണെങ്കിൽ എല്ലാ വശവും 20 ആയിരിക്കണം അല്ലേ? 20 20 40, 40 20 60, 60 20 80. ഓക്കെ, സമചതുരമാണെങ്കിൽ ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ചോദ്യത്തിൽ ചതുരം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് സമചതുരം തന്നെ ആവണമെന്നില്ല, ദീർഘചതുരം ആകാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതൊരു ദീർഘചതുരമാണെങ്കിൽ ചുറ്റളവ് 80 കിട്ടണമെങ്കിൽ നീളം എത്രയായിരിക്കണം, വീതി എത്രയായിരിക്കണം? നീളം 21 എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെയും 21 ആയിരിക്കും. അപ്പോൾ 80 കിട്ടണമെങ്കിൽ വീതി എത്ര ആയിരിക്കണം? 19ഉം 19ഉം ആയിരിക്കണം അല്ലേ? അപ്പോൾ 21ഉം 19ഉം 40 പിന്നെ 21ഉം 19ഉം 40. അപ്പോൾ 40 40 80. ഓക്കെ, ഇനി 22 സങ്കല്പിക്കുക. എങ്കിൽ വീതി എത്രയായിരിക്കണം? 18 ആയിരിക്കണം. ശരി, ഇനി നീളം 23 എന്ന് സങ്കല്പിക്കുക. നീളം 23. അപ്പോൾ വീതി എത്രയായിരിക്കണം? 17 ആയിരിക്കണം. ഇനി നീളം 24 ആണെങ്കിൽ എത്രയായിരിക്കണം വീതി? വീതി 16 ആയിരിക്കണം. യെസ്, നമുക്കറിയാം 24 16 40 24 16 40. അപ്പോൾ 80 40 40 80 ആവും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം. പക്ഷേ ഇനി ഉള്ള ചോദ്യം നോക്കാം. ഏറ്റവും കൂടിയ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് ചെയ്തു നോക്കാം. ദീർഘചതുരം ആണെങ്കിൽ അതിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് നീളവും വീതിയും തമ്മിൽ ഗുണിച്ച് നോക്കിയാൽ മതി. അപ്പോൾ 21 ഇൻറ്റു 19. നമ്മളിവിടെ സ്ഥലത്തിൻ്റെ പരിമിതി കാരണം ഞാൻ ഉത്തരം മാത്രം എഴുതുകയാണ്. 19നെയും 21നെയും ഗുണിച്ചാൽ 399 കിട്ടുക. ഇനി 22ഉം 18ഉം ആണെന്ന് വെക്കുക. അപ്പോൾ വിസ്തീർണം എത്രയായിരിക്കും? അത് ഗുണിച്ചാൽ കിട്ടുക 396 ആയിരിക്കും. ഇനി 23ഉം 17ഉം ആണെങ്കിൽ അവ ഗുണിച്ചാൽ എത്ര കിട്ടുക? 391 കിട്ടുക. ഇനി 24ഉം 16ഉം ആണെങ്കിൽ അവയെ ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? 24ഉം 16ഉം ആണെങ്കിൽ 384 എന്നാണ് കിട്ടുക. നേരത്തെ നമ്മൾ സമചതുരമാണ് എന്ന് സങ്കല്പിച്ചപ്പോൾ ഒരു വശത്തിൻ്റെ നീളം നമ്മൾ എത്രയാണ് കൊടുത്തത്? 20 അല്ലേ? അപ്പോൾ അതിൻ്റെ വിസ്തീർണം കാണുക എങ്ങനെയായിരിക്കും? 20 ഇൻറ്റു 20 അഥവാ 20 സ്ക്വയർ. അപ്പോൾ 20 ഇൻറ്റു 20 ആണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ നീളം വീതി 20 എന്ന് സങ്കല്പിച്ചാൽ അവയുടെ വിസ്തീർണം എത്രയായിരിക്കും? 400 ആയിരിക്കും. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ഏറ്റവും കൂടിയ പരപ്പളവ്
എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ ഇതൊക്കെ ചുറ്റളവ് നോക്കിയാൽ ഈ നമ്പറുകളൊക്കെ വരാവുന്നതാണ്. ഇതൊക്കെ കൂട്ടിയാൽ 80 കിട്ടുക. 20ഉം 19 ആണെങ്കിലും 80 കിട്ടും. 22ഉം 18ഉം ആണെങ്കിലും 80 കിട്ടും. 20ഉം 20ഉം ആണെങ്കിലും ചുറ്റളവ് 80 കിട്ടും. പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരപ്പളവ് ഏതിനാണുള്ളത്? അത് 20-നെയാണ് അല്ലേ? 20 × 20 400. അപ്പോൾ ഏറ്റവും കൂടുതൽ പരപ്പളവ് 400 ആയിരിക്കും. 80 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ ഏറ്റവും കൂടിയ പരപ്പളവ് 400 ആയിരിക്കും. ബി എന്ന ഓപ്ഷനാണ് ശരി, 400. ഇനി നമുക്ക് 2014 സെപ്റ്റംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യം നോക്കാം. ഇത് ഒരു ചതുരത്തെ സംബന്ധിച്ചാണ്. സമചതുരമെന്നോ അല്ലെങ്കിൽ ദീർഘചതുരമെന്നോ ഒന്നും പറയുന്നില്ല. ഒരു ചതുരത്തിൻ്റെ വശങ്ങളാണ് എയും ബിയും എങ്കിൽ താഴെ കൊടുത്തതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? എയും ബിയും തമ്മിലുള്ള വ്യത്യാസം കൂടുമ്പോൾ പരപ്പളവ് കൂടുന്നു. ബി, എയും ബിയും തമ്മിലുള്ള വ്യത്യാസം കുറയുമ്പോൾ പരപ്പളവ് കൂടുന്നു. സി, എയും ബിയും തമ്മിലുള്ള വ്യത്യാസം കുറയുമ്പോൾ പരപ്പളവ് കൂടുന്നു. ഇവിടെ ബിയും സിയും ഒരുപോലെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ടൈപ്പിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കാം. ഡി, എയും ബിയും തമ്മിലുള്ള വ്യത്യാസം കുറയുമ്പോൾ പരപ്പളവിൽ മാറ്റമുണ്ടാകുന്നില്ല. അപ്പൊ ഇതിലേതാണ് ശരി? അപ്പൊ ഇത് കണ്ടെത്താൻ കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ചെയ്തു നോക്കിയാൽ മതി. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ കണ്ടല്ലോ ചുറ്റളവ് 80 ആണ് എങ്കിൽ അവയുടെ പരപ്പളവ് ഏറ്റവും കൂടുതൽ എത്രയായിരിക്കും എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അത് നമുക്കിവിടെ ചെയ്തു നോക്കാം. അവിടെ അതൊരു സമചതുരമാണെങ്കിൽ അതിൻ്റെ പരപ്പളവ് 20 × 20 400 ആയിരിക്കും. ഇനി അതൊരു ദീർഘചതുരമാണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് 80 കിട്ടണമെങ്കിൽ ഒരു വശം നീളം 21ഉം വീതി 19ഉം ആവാം. അപ്പോൾ അതിനെ ഗുണിച്ചാൽ എത്ര കിട്ടും? അതിൻ്റെ പരപ്പളവ് കിട്ടും. പരപ്പളവ് എത്രയായിരിക്കും? അപ്പോൾ 399 ആയിരിക്കും. ഇനി നീളം 22 ആണെങ്കിൽ വീതി 18 ആയിരിക്കും. അപ്പോൾ അവയെ ഗുണിച്ചാൽ പരപ്പളവ് കിട്ടും. പരപ്പളവ് എത്രയായിരിക്കും? 396 ആയിരിക്കും. ഇനി നീളം 23 ആണെങ്കിൽ വീതി 17 ആയിരിക്കും. അവയെ ഗുണിച്ചാൽ പരപ്പളവ് എത്ര കിട്ടുക? 391 ആണ് കിട്ടുക. ഇനി നീളം 24 ആണെങ്കിൽ വീതി 16 ആയിരിക്കും. അവയെ ഗുണിച്ചാൽ എത്ര കിട്ടും? 384 എന്നാണ് കിട്ടുക. ഇനി നീളം 25 ആണെങ്കിൽ വീതി 15 ആയിരിക്കും. അവയെ പരസ്പരം ഗുണിച്ചാലാണ് എത്ര കിട്ടുക? 375 കിട്ടും. യെസ്, ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. ഇവിടെ നിങ്ങൾ ആദ്യം ഞാൻ ഈ എഴുതിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നീളം 20, വീതി 20 എന്നാണ് ഒരേ സംഖ്യയാണ്. അവ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ വിസ്തീർണം എത്ര കിട്ടി? പരപ്പളവ് 400 കിട്ടി. ഇനി നീളം 21 വീതി 19 അവ തമ്മിൽ വ്യത്യാസം 1ൻ്റെ വ്യത്യാസമുള്ളത് അല്ലേ? അതിനിടയിൽ 20 എന്ന് പറഞ്ഞ സംഖ്യയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു സംഖ്യയുടെ വ്യത്യാസമാണ് ഈ നീളവും വീതിയും തമ്മിലുള്ളത്. അപ്പോൾ വിസ്തീർണം എത്ര കിട്ടി? 399 കിട്ടി. ഇനി 22ഉം 18ഉം നീളം 22ഉം വീതി 18ഉം ആണെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം എത്ര? 2 സംഖ്യകളുടെ വ്യത്യാസമാണ് അല്ലേ? ഓക്കെ, 2 അല്ല, 19, 20, 21 ആ 3 സംഖ്യകളുടെ വ്യത്യാസം. അപ്പോൾ 396 കിട്ടിയിരിക്കുന്നത്. ഇനി 23 ആണെങ്കിലോ? നീളം 23 ആണെങ്കിൽ വീതി 17. അപ്പോൾ ആ സംഖ്യകൾ തമ്മിൽ എത്ര എത്ര അക്കങ്ങളുടെ വ്യത്യാസമുണ്ട്? 18, 19, 20, 21, 22 5 അക്കങ്ങളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ 391. ഇനി 24 നീളം 24 ആണെങ്കിൽ വീതി 16 ആയിരിക്കും. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം വീണ്ടും വർദ്ധിച്ചു. എത്ര അക്കങ്ങളുടെ വ്യത്യാസമുണ്ട്? പിന്നെ 17, 18, 19, 20, 21, 22, 23 അല്ലേ? അത്രയും അക്കങ്ങളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ 384 കിട്ടി. പിന്നെ നോക്കൂ, 25ഉം 15ഉം ആണെങ്കിൽ അവ തമ്മിൽ
16, 17, 18, 19, 20, 21, 22, 23, 24 9 അക്കങ്ങളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ 375. അപ്പോൾ നമ്മൾ നോക്കുക, ഈ വ്യത്യാസം കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു വ്യത്യാസവും ഒരേ സംഖ്യ ആവുമ്പോൾ 400 ഉണ്ട്. പക്ഷേ വ്യത്യാസം 9 സംഖ്യകളുടെ വ്യത്യാസം അവ തമ്മിൽ ഉണ്ടായപ്പോൾ, നീളവും വീതിയും തമ്മിൽ ഉണ്ടായപ്പോൾ പരപ്പളവിൽ എത്ര വ്യത്യാസം ഉണ്ടായി? 25ൻ്റെ വ്യത്യാസം ഉണ്ടായി. 400 375 ആയിപ്പോയി. അപ്പോൾ അത് കുറേയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഈ സംഖ്യകൾ നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം കൂടുന്നതിനനുസരിച്ച് പരപ്പളവ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്ഷൻ വായിച്ച് നോക്കാം. എ എന്ന ഓപ്ഷനിൽ നോക്കാം. എയും ബിയും തമ്മിലുള്ള വ്യത്യാസം കൂടുമ്പോൾ പരപ്പളവ് കൂടുന്നു. അത് ശരിയാണോ? അല്ല. എയും ബിയും തമ്മിലുള്ള വ്യത്യാസം കൂടുമ്പോൾ പരപ്പളവ് ഇങ്ങനെ കുറഞ്ഞ് വരിക ചെയ്തത്. അപ്പോൾ എയും ബിയും തമ്മിലുള്ള വ്യത്യാസം കുറയുമ്പോൾ പരപ്പളവ് കൂടുന്നു. അപ്പോൾ എയും ബിയും തമ്മിലുള്ള വ്യത്യാസം കുറയുമ്പോൾ, ഇവിടെ ഏറ്റവും കുറവാണ്, ഒരേ സംഖ്യ, അപ്പോൾ പരപ്പളവ് കൂടുന്നു എന്നാണ് പറഞ്ഞത്. ശരിയാണല്ലേ? അപ്പോൾ വ്യത്യാസം അവ തമ്മിലുള്ള വ്യത്യാസം കൂടുമ്പോൾ പരപ്പളവ് കുറഞ്ഞു. ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞപ്പോൾ പരപ്പളവ് കൂടി. അപ്പോൾ ഇതാണ് ഉത്തരം. ബിയും സിയും ഇവിടെ ഉത്തരമായിട്ട് വരും. രണ്ടും ഒരുപോലെ തന്നെയാണല്ലേ? അതുകൊണ്ട് ബിയോ സിയോ ആവാം ഉത്തരം. ഇനി നമുക്ക് മറ്റൊരു തരം ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ അളവ് ഇരട്ടിപ്പിച്ചാൽ അതിന്റെ വിസ്തീർണം എത്ര മടങ്ങാകും? ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ അളവ് ഇരട്ടിപ്പിച്ചാൽ അതിന്റെ വിസ്തീർണം എത്ര മടങ്ങാകും? എ 4 മടങ്ങ്, ബി 2 മടങ്ങ്, സി 8 മടങ്ങ്, ഡി 6 മടങ്ങ്. ഇതൊരു PSC പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. എങ്ങനെ ഇത് കണ്ടുപിടിക്കും? വശത്തിന്റെ നീളം ഇരട്ടിയായാൽ വിസ്തീർണത്തിന് എന്ത് സംഭവിക്കും? അത് കണ്ടുപിടിക്കാൻ വളരെ ലളിതമാണ്. അതിനൊരു സൂത്രവാക്യമുണ്ട്. അത് നമുക്ക് നോക്കാം. ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ അളവ് x മടങ്ങായാൽ വിസ്തീർണം x² മടങ്ങാകും. അപ്പോൾ ഒരു വശത്തിന്റെ അളവ് x മടങ്ങായാൽ വിസ്തീർണം x² മടങ്ങാകും. അപ്പോൾ ഇവിടെ ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ അളവ് ഇരട്ടിപ്പിച്ചാൽ, ഇരട്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 2 മടങ്ങാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വിസ്തീർണം എത്ര മടങ്ങാകും? അപ്പോൾ അത് x ആയാൽ x² ആയിരിക്കും വിസ്തീർണം. അപ്പോൾ വിസ്തീർണം 2² ആകും. അഥവാ 2² എന്ന് പറഞ്ഞാൽ 2 × 2 എന്ന് പറഞ്ഞാൽ 4 മടങ്ങാകും. എ ആണ് ഉത്തരം. ഇനി മറ്റൊരു ചോദ്യം. ഒരു സമചതുരത്തിന്റെ വിസ്തീർണം 100 cm². സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 4 ഇരട്ടിയായാൽ വിസ്തീർണം എത്ര? എ 400 cm², ബി 200 cm², സി 900 cm², ഡി 1600 cm². വളരെ ലളിതമാണ് അല്ലേ? സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 4 ഇരട്ടിയായാൽ, അപ്പോൾ ഒരു വശത്തിന്റെ നീളം 4 ഇരട്ടിയാണ് ആയിരിക്കുന്നത്. സമചതുരമാണ്, അതുകൊണ്ട് എല്ലാ വശത്തിൻ്റെയും ഒരേ അളവായിരിക്കും. അപ്പോൾ വശങ്ങളുടെ നീളം 4 ഇരട്ടിയായിരിക്കുന്നു. അപ്പോൾ വിസ്തീർണം എത്രയാകും? വിസ്തീർണം ഇപ്പോൾ 100 ആണ്. അത് എത്രയായിട്ടുണ്ടാകും? അപ്പോൾ വശത്തിന്റെ നീളം 4 ഇരട്ടി വർദ്ധിച്ചാൽ, അല്ലെങ്കിൽ 4 ഇരട്ടി ആയാൽ വിസ്തീർണത്തിൽ എത്ര മാറ്റം വരിക? 4² മാറ്റം വരും. 4² എന്ന് പറഞ്ഞാൽ 4 × 4 16 ഇരട്ടി ആയി മാറും. അപ്പോൾ 100ന്റെ 16 ഇരട്ടി എത്രയാണ്? 100 × 16 = 1600. അപ്പോൾ ഉത്തരം 1600 cm² എന്നാണ്. ഇനി ഒരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം. 2019 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ ചോദ്യമാണ്. 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും 10% വർദ്ധിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? എ 5%, ബി 10%, സി 11%, ഡി 21%. അപ്പോൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? ആദ്യം ആ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം 10 ആയിരുന്നു. പിന്നെ 10% വർദ്ധിപ്പിച്ചു. അപ്പോൾ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വശത്തിൻ്റെ നീളം 10 ആയിരുന്നപ്പോൾ എത്രയായിരുന്നു പരപ്പളവ് എന്ന് കണ്ടുപിടിക്കുക. പിന്നെ അത് 10% വർദ്ധിപ്പിച്ചതിന് ശേഷം പരപ്പളവ് എത്രയായി എന്ന് കണ്ടുപിടിക്കാം. ആ രണ്ട് അക്കങ്ങളും കിട്ടിയാൽ, ആ രണ്ട് അളവുകളും കിട്ടിയാൽ അവയെ കമ്പയർ ചെയ്ത് നമുക്ക് എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. വശത്തിൻ്റെ നീളം 10 ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കാം. അപ്പോൾ എത്രയായിരിക്കും ആ സമചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ വിസ്തീർണം? 10 സ്ക്വയർ. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10. 10 × 10 എന്ന് പറഞ്ഞാൽ 100 എന്നാണ്. അപ്പോൾ ആദ്യം പരപ്പളവ് 100 ആയിരുന്നു. പിന്നെ നമ്മൾ 10% വർദ്ധിപ്പിച്ചു. 10% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്ര ആയിട്ടുണ്ടാകും? 10ൻ്റെ 10% എത്രയാണ്? 100ൻ്റെ 10% 10 ആണ്. 10ൻ്റെ 10% 1 ആണ്. അപ്പോൾ 10 എന്നത് നമ്മൾ 11 ആക്കിയിരിക്കുന്നു. അങ്ങനെയാണ് വർദ്ധിപ്പിച്ചത്. സമചതുരമായതുകൊണ്ട് എല്ലാ വശവും അപ്പോൾ 11 തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വിസ്തീർണം കാണാൻ അഥവാ പരപ്പളവ് കാണാൻ 11 സ്ക്വയർ അഥവാ 11 × 11. 11 × 11 ചെയ്താൽ എത്ര കിട്ടുക? അത് 121 എന്നാണ് കിട്ടുക. യെസ്. അപ്പോൾ ആദ്യം 100 ആയിരുന്നു, ഇപ്പോൾ അത് 121 ആയി. ഇപ്പോൾ എത്ര ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്? 100 121 ആയി. 21 വർദ്ധിച്ചു. അത് 100ൻ്റെ എത്ര ശതമാനമാണ്? 100ൻ്റെ 21% തന്നെയാണ് 21. അപ്പോൾ 21% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 21%. ഇനി 2018 ഒക്ടോബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ ചോദ്യമാണ്. ഒരു സമചതുരത്തിൻ്റെ ഓരോ വശവും 20% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിൻ്റെ വർധനവ് എത്രയായിരിക്കും? അപ്പോൾ നേരത്തെ 10% വർദ്ധിച്ചത്, ഇവിടെ ഓരോ വശവും 20% വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ പരപ്പളവിൻ്റെ വർധനവ് എത്രയായിരിക്കും? അതാണ് ചോദ്യം. അപ്പോൾ നേരത്തെ ചെയ്ത അതേ കണക്ക് നമ്മൾ ചെയ്തു നോക്കിയാൽ മതി. ആദ്യം ഒരു വശത്തിൻ്റെ നീളം 10 ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കാം. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? അത് നമുക്കറിയാം, 10 × 10 100 ആണ്. ഇനി നമ്മൾ 20% വർദ്ധിപ്പിക്കാം. 10ൻ്റെ 20% എത്രയായിരിക്കും? 100ൻ്റെ 20% 20 ആണ്. 10ൻ്റെ 20% 2 ആണ്. അപ്പോൾ 2 ആണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. 12 × 12. അപ്പോൾ വിസ്തീർണം കാണാൻ 12 സ്ക്വയർ അല്ലേ? 12 × 12. 12 × 12 എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ എത്ര കിട്ടും? 144 എന്നാണ് കിട്ടുക. അപ്പോൾ 100 144 ആയിരിക്കുന്നു. അപ്പോൾ എത്ര ശതമാനം വർദ്ധിച്ചു? 100ൻ്റെ എത്ര ശതമാനമാണ് അധികം വന്ന 44? 44 അല്ലേ വർദ്ധിച്ചിരിക്കുന്നത്. അത് 100ൻ്റെ എത്ര ശതമാനമാണ്? 100മായി ബന്ധിപ്പിച്ച് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. 100ൻ്റെ 44% തന്നെയാണ് 44. അപ്പോൾ 44% വർധനവാണ്. അപ്പോൾ സി ആണ് ഉത്തരം, 44%. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ചോദ്യം. ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം 50 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ സമചതുരത്തിൻ്റെ വികർണത്തിന്മേൽ വരച്ചിരിക്കുന്ന വേറൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര സെന്റിമീറ്റർ? ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം 50 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ ആ സമചതുരത്തിൻ്റെ വികർണത്തിന്മേൽ വരച്ചിരിക്കുന്ന വേറൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര സെന്റിമീറ്റർ? അപ്പോൾ ഈ ചോദ്യത്തിലുള്ള കാര്യമാണ് ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ആദ്യം ഒരു സമചതുരം, ആ സമചതുരത്തിൻ്റെ വികർണമാണ് ഇത്. ആ വികർണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു സമചതുരം വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? ഈ ഡോട്ടിട്ട് വരച്ചിരിക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ഈ സമചതുരത്തിൻ്റെ വികർണവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ വരച്ചിരിക്കുന്നത്. ഈ വികർണത്തിൻ്റെ നീളം തന്നെയാണ് രണ്ടാമത്തെ ഈ സമചതുരത്തിൻ്റെ ഡോട്ടിട്ട് വരച്ചിരിക്കുന്ന സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങൾക്കും ഉള്ളത്. ആ വികർണത്തിൻ്റെ അതേ നീളം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനഃപ്പാഠമാക്കിയാൽ മതി. ഇങ്ങനെ ഒരു സമചതുരത്തിൻ്റെ വികർണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട്
മറ്റൊരു സമചതുരം വരച്ചാൽ ആദ്യത്തെ സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇരട്ടിയായിരിക്കും രണ്ടാമത് വരച്ചിരിക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം. ഇവിടെ ഇപ്പോൾ 50 ആണല്ലോ ആദ്യത്തെ അഥവാ ഈ ചെറിയ സമചതുരത്തിൻ്റെ വിസ്തീർണം 50 ആണ്. അപ്പോൾ പുതുതായി വരച്ചിരിക്കുന്ന വികർണവുമായി ബന്ധപ്പെടുത്തി വരച്ചിരിക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം ഈ 50ൻ്റെ ഇരട്ടിയായിരിക്കും. 50ൻ്റെ ഇരട്ടി എത്രയാണ്? 100 ആണ്. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ വിസ്തീർണം 100 ആണ്. അപ്പോൾ നമ്മളത് മനഃപ്പാഠമാക്കി വെച്ചാൽ മതി. അതായത് ഒരു സമചതുരത്തിൻ്റെ വികർണവുമായി ബന്ധിപ്പിച്ച് വരച്ച മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യത്തെ സമചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ നേർ ഇരട്ടിയായിരിക്കും. 50 ആണെങ്കിൽ 100 ആയിരിക്കും.